അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റവ ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പാത്രത്തിൽ 2 കപ്പ് വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 സ്പൂൺ ഓയിലാണ്. ഇത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ ഇടുമ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോവും. ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ടി വരില്ല. 1 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ റവ വലിച്ചെടുത്തിട്ട് ടൈറ്റായി വരുന്നത് കാണാം. ഇങ്ങനെ ടൈറ്റായി വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. കൂടുതൽ സമയം ഇളക്കിക്കൊണ്ടിരുന്നാൽ മാവ് ഹാർഡായി പോവും. പിന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് തണുക്കുന്നത് വരെ വെക്കാൻ പാടില്ല കേട്ടോ. കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. ഇടിയപ്പം മേക്കറിൽ ഇതുപോലെ വലിയ ഓട്ടയുള്ള ചില്ലാട്ടം ഇട്ട് കൊടുക്കുന്നത്. റവ ആയതുകൊണ്ട് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന ചില്ല് ഇട്ട് കൊടുത്താൽ മാവ് പുറത്തേക്ക് വരില്ല. ഇത് പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില്ലാട്ടോ. ഇപ്പോൾ മാവ് നല്ല ചൂടുണ്ട്. കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ചൂടോട് കൂടിയാവുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഈ മാവ് എടുത്തിട്ട് ഇടിയപ്പം മേക്കറിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന മാവ് ഉടനെ തന്നെ മൂടി വെക്കണം കേട്ടോ, തുറന്ന് വെക്കാൻ പാടില്ല. സ്റ്റീമറിൽ വെക്കുന്ന പ്ലേറ്റ് ആട്ടോ ഇത്. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവ് നല്ല ചൂടോട് കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില്ല് ഇട്ട് കൊടുത്തത് കൊണ്ട് കുറച്ച് തടിയുള്ള ഇടിയപ്പം ആയിപ്പോയി. കുഴപ്പമില്ല, കാണാനൊക്കെ ഒരു വെറൈറ്റി അല്ലേ. ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്ന പാത്രമാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഇടിയപ്പത്തിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പ്ലേറ്റ് എടുത്തിട്ട് തണുക്കാൻ വെക്കാം. ഇളം ചൂടിൽ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇടിയപ്പം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.